ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഒരു വെറൈറ്റി ഡിഷാണ് ഹണി ചില്ലി എഗ്സ്. ഇത് മുട്ട പുഴുങ്ങി ഒരു മുട്ടേനെ നാലായിട്ട് മുറിച്ചതാണ്. കോൺഫ്ലോർ, കുരുമുളക്, ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയാണ്. കോൺഫ്ലോർ കലക്കി വെച്ചിരിക്കുന്നു. ഇഞ്ചി 1.5 സ്പൂൺ, വെളുത്തുള്ളി 1.5 സ്പൂൺ. ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ പൾപ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. സോയാ സോസ് 1 ടീസ്പൂൺ, റെഡ് ചില്ലി സോസ് 2 ടീസ്പൂൺ, ഹണി 2 ടീസ്പൂൺ, ലെമൺ 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മുഴുവൻ മുളക് ആവശ്യത്തിന്, കോൺഫ്ലോർ കലക്കിയത്, സ്പ്രിംഗ് ഓണിയൻ, ആവശ്യമായ ഓയിൽ. കോൺഫ്ലോറിൻ്റെ പൊടിയിൽ ഉപ്പും കുരുമുളക് ഇട്ടതാണ്. ഓരോ എഗ് പീസസ് എടുത്തിട്ട് നമുക്കിതൊന്ന് ഡിപ്പ് ഇങ്ങനെ അതൊന്ന് പെരട്ടി ഓരോന്നും പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാതും നമ്മൾ പരത്തി പൊടിയൊന്ന് തിളച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കട്ടിയായിട്ട് കോൺഫ്ലോർ കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിൽ മുക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് പോരാം. ഓരോന്നും നമുക്കിതിൽ കോൺഫ്ലോറിൽ മുക്കി ഇതെല്ലാം നമുക്ക് ഇപ്പം എല്ലാതും വറുത്ത് കൊഴിയാൻ വെച്ചിട്ടുണ്ട്. സ്റ്റവ് ഓണാക്കി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ആ ഓയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് ആദ്യം നമുക്ക് ഓയിലൊന്ന് ചൂടായി ആദ്യം നമുക്ക് ഈ മുഴുവൻ മുളക് ഇടാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും സ്പ്രിംഗ് ഓണിയൻ്റെ ഈ പൾപ്പൊന്ന് നമുക്കിടാം. ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ചെറുതാക്കി തീയൊന്ന് ചുരുക്കി വെച്ച് അതിലേക്ക് സോസുകൾ ആഡ് ചെയ്യാം. ഇത് റെഡ് ചില്ലി സോസ്,
സോയ, ഹണി, ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറുത്ത് കോരി വെച്ച എഗ് പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ, ഇനി ഇതിലേക്ക് നമുക്ക് കലക്കി വെച്ച കോൺഫ്ലോർ, നന്നായി ഒന്ന് മിക്സ് ആക്കാം. ഇനി കുറച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫിനിഷായി. തീ ഓഫ് ചെയ്യാം. Egg is ready to serve.